ഒരു ഗ്രാമം ഒന്നടങ്കം ഒരു പാലത്തിനായുള്ള കാത്തിരിപ്പ് തുടങ്ങിയിട്ട് നീണ്ട 20 വർഷങ്ങൾ. വെളിനെല്ലൂർ പഞ്ചായത്തിനെയും ചടയമംഗലം പഞ്ചായത്തിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പെരപ്പയം പാലത്തിനായാണ് ഈ കാത്തിരിപ്പ്. വാഗ്ദാനങ്ങൾ ഒട്ടനവധി നൽകി ഭരണാധികാരികളും ജനപ്രതിനിധികളും ഈ പാവങ്ങളെ നാളിതുവരെയായി വഞ്ചിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ആ അവഗണനയുടെ സ്മാരകമായി ഈ 2 തൂണുകൾ ഇന്നും ഇവിടെ നിലകൊള്ളുന്നു. 1993 പെരപ്പയം പാലവുമായി ബന്ധപ്പെട്ട് പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. 2 പഞ്ചായത്തുകൾ സംയുക്തമായി ചേർന്നാണ് പാലത്തിനായി നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചത്. ഇതിന്റെ ഭാഗമായി പാലത്തിന്റെ പ്രാഥമിക പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. ഇതേ തുടർന്ന് 2 ഫില്ലറുകൾ സ്ഥാപിച്ചതിന് ശേഷം പ്രവർത്തനങ്ങൾ നിലയ്ക്കുകയായിരുന്നു. നാട്ടുകാരുടെ നിരന്തരം അഭ്യർത്ഥന മൂലം പാലത്തിന്റെ പ്രവർത്തനം സർവീസ് പാലം എന്ന നിലയിലേക്ക് മാറുകയും 2004 സർവീസ് പാലത്തിന്റെ അപ്രോച്ച് റോഡിന്റെ നിർമ്മാണത്തിനായി തറക്കല്ലിടുകയും ചെയ്തു. 2 വർഷത്തിനുള്ളിൽ പാലത്തിന്റെ പ്രവർത്തനം ടെൻഡർ നടപടികളുമായി ആരംഭിക്കുമെന്നായിരുന്നു ജനപ്രതിനിധികളുടെ വാഗ്ദാനം. ഈ പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ടതിന്റെ പ്രാഥമിക നടപടിക്രമങ്ങൾ തുടങ്ങുന്നത് 1993 2 പഞ്ചായത്തുകളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ നടപ്പാലം നിർമ്മിക്കണം എന്ന രീതിയിലാണ് പ്രവർത്തനം തുടങ്ങുന്നത്. 2 പഞ്ചായത്തുകൾ സംയുക്തമായ ഫണ്ട് കണ്ടെത്തുകയും പ്രാഥമിക പ്രവർത്തനങ്ങൾ തുടങ്ങുകയും ചെയ്തു. അത് ടെൻഡർ നടപടികൾ പൂർത്തിയായി വെളിയം ഭാഗത്തുള്ള അവർ കോൺട്രാക്റ്റായിരുന്നു ടെൻഡർ എടുത്തിരുന്നത്. അതിനുശേഷം പാലം പണി പകുതി വഴി എന്ന് പോലും പറയാൻ കഴിയത്തില്ല. തുടക്കത്തിൽ തന്നെ നിലയ്ക്കാണ് ഉണ്ടായത്. 2 ഫില്ലർ മാത്രം ഒരു സ്മാരകം പോലെ പണി അവിടെ കൊണ്ട് പണി അവസാനിച്ചു. പെരപ്പയം നിവാസികൾക്ക് മാത്രം സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിലും വളരെ നിസ്സാരമായ നിലയിലൂടെ അവിടങ്ങളിലുള്ള ജനങ്ങൾക്ക് അവരുടെ വികസനത്തിന് ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുമ്പോൾ പെരപ്പയം നിവാസികളോട് മാത്രം ഒരു ചിറ്റമ്മ നയം ഗവൺമെൻറ് സ്വീകരിക്കുന്നു. ആയതിനാൽ ഇനി ഞങ്ങൾക്ക് ഈ പാലം യാഥാർത്ഥ്യമാകുന്നതുവരെ സമരപരിപാടികളുമായി മുന്നോട്ട് പോകാനാണ് ഞങ്ങളുടെ ഐക്യകണ്ഠേനയുള്ള തീരുമാനം. എന്നാൽ 21 വർഷമായി പാലത്തിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടും അതിന്റെ തുടർ നടപടികൾ എങ്ങുമെത്തിയില്ല. എന്നിരുന്നാലും നാടിന്റെ ചിരകാല അഭിലാഷം എന്ന രീതിയിൽ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി പാലത്തിന്റെ നിർമ്മാണത്തിനായി സമരപരിപാടികൾ ആരംഭിക്കുമെന്ന് നാട്ടുകാർ പറയുന്നു. പതിറ്റാണ്ടുകളായി ഇവിടെ ഇലക്ഷൻ വരുമ്പോൾ സ്ഥാനാർത്ഥികൾ വന്ന് പെരപ്പയം പാലം എന്ന അപ്പക്കഷ്ണം ജനങ്ങളിലേക്ക് വലിച്ചെറിഞ്ഞു കൊടുത്ത് ആ പാവം ജനങ്ങളെ തങ്ങളിലേക്ക് വലിച്ചടിപ്പിച്ച് തങ്ങൾക്ക് അനുകൂലമായി വോട്ട് ചെയ്യിച്ചു പോവുകയും അതിനുശേഷം ഇതുമായിട്ട് യാതൊരു കാര്യങ്ങളുമായി ബന്ധപ്പെടാതിരിക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ ഇരട്ടത്താപ്പ് നയങ്ങളിൽ പ്രതിഷേധിച്ച് ഈ നാട്ടിലെ ജനങ്ങൾ ഒന്നടങ്കം ഒരു ആക്ഷൻ കൗൺസിൽ വിളിക്കുകയും 101 അംഗ ആക്ഷൻ കൗൺസിൽ രൂപീകരിക്കുകയും ഈ ജനങ്ങളെല്ലാം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് തന്നെ ഈ സമരപരിപാടികളുടെ പ്രാരംഭഘട്ടമെന്ന നിലയിൽ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുവാനും അത് കഴിഞ്ഞ് സമരപരിപാടികളുമായി പാലം പണി തുടങ്ങുന്നതുവരെ സമരങ്ങളുമായി മുന്നോട്ട് പോകാൻ ഞങ്ങൾ തീരുമാനിക്കുകയും ചെയ്തു. വെളിനെല്ലൂർ പഞ്ചായത്തിൽ നിന്നും ചടയമംഗലം പഞ്ചായത്തിലേക്ക് കടക്കാൻ പെരപ്പയം നിവാസികൾക്കുള്ള ഏക മാർഗമാണ് ഈ വള്ളം. ഭയഭീതിയോടെയാണ് നാട്ടുകാരും കുട്ടികളും ഈ വള്ളത്തിൽ യാത്ര ചെയ്യുന്നത്. എന്നാൽ പാലം വരുന്നതോടെ ഈ അവസ്ഥ മാറുമെന്നായിരുന്നു നാട്ടുകാരുടെ വിശ്വാസം. ആയൂർ വഴിയോ ഓയൂർ വഴിയോ മാത്രമേ ഈ 2 പഞ്ചായത്തുകളിലേക്കും കടക്കാൻ സാധിക്കൂ. അതും റോഡ് വഴി മാത്രം. പാലം യാഥാർത്ഥ്യമായാൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് എന്നിവിടങ്ങളിലേക്കും അക്കരെയുള്ള വിദ്യാലയങ്ങളിലേക്കും ആരാധനാലയങ്ങളിലേക്കും ഇവിടെയുള്ളവർക്ക് പോകാൻ എളുപ്പമാണ് എന്നുള്ളത് ഈ നാട്ടുകാരുടെ ഒരു ഏറ്റവും വലിയ അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ്. ജലപ്രളയം ഉണ്ടായാൽ ഈ ജനങ്ങൾക്ക്, അതായത് വെളിനെല്ലൂർ പഞ്ചായത്തിൽ നിന്നും ചടയമംഗലം പഞ്ചായത്തിലേക്ക് കടക്കാൻ യാതൊരു മാർഗവുമില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ 10-20 കിലോമീറ്റർ ചുറ്റി ആയൂർ വഴിയോ ഓയൂർ വഴിയോ മാത്രമേ ബന്ധപ്പെടാൻ സാധിക്കുകയുള്ളൂ. ഏറ്റവും വലിയ ഈ പാലം വന്നു കഴിഞ്ഞാൽ മെഡിക്കൽ കോളേജ്, തലസ്ഥാനമായ തിരുവനന്തപുരം മുതലായ സ്ഥലങ്ങളിൽ എളുപ്പമാർഗത്തിൽ എത്താൻ കഴിയുന്ന ഒരു പാത കൂടിയാണ് ഈ പെരപ്പയം കടവെന്ന് പറയുന്നത്. ഈ പാലത്തിന് വേണ്ടി കാത്തിരിപ്പ് തുടങ്ങിയിട്ട് ഏകദേശം 20 വർഷത്തോളം കാലമായി. ഇവിടെയുള്ള ഇടത് വലത് എന്ന് പറയേണ്ട എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ഒരു പ്രതീകമായിട്ട് ഇവിടെ 2 തൂണ് അക്കരെ ഇപ്പുറം നിൽപ്പുണ്ട്. അപ്പോൾ ഇവിടെ വെള്ളം കൂടിക്കഴിഞ്ഞാൽ അക്കരെ പോകുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. വിദ്യാർത്ഥികളായാലും ക്ഷേത്രത്തിൽ പോകേണ്ട ആവശ്യം, മസ്ജിദിൽ പോകേണ്ട ആവശ്യം, ഇങ്ങനെ പല ആവശ്യക്കാർ ഏകദേശം ഒരു 100-500 പേര് ദിവസവും ഈ കടവിൽ അക്കരെ പോകാനായിട്ട് വരുന്നുണ്ട്. ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഇന്നുവരെ ഒരു അപകടം സംഭവിച്ചിട്ടില്ല. എങ്കിൽ തന്നെയും 1-2 ചെറിയ അപകടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതാരും റിപ്പോർട്ട് ചെയ്തിട്ടുമില്ല. സഹമന്ത്രിയായിട്ടിരിക്കുന്ന തൊഴിൽ സഹമന്ത്രിയായിട്ടിരിക്കുന്ന കൊടിക്കുന്ന് സുരേഷ്, CPM-ന്റെ B. രാഘവൻ MLA, എഴുകോൺ നാരായണൻ, അങ്ങനെ പ്രമുഖരായ പല വ്യക്തികളും ഇവിടെ നിന്ന് ഒരുപാട് വാഗ്ദാനങ്ങൾ ചെയ്തിട്ട് വോട്ടും വാങ്ങി വിജയിച്ചു പോയിട്ട് പിന്നെ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്ന ഒരു
സമീപനം അവരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. അവർ വെറുതെ വാഗ്ദാനങ്ങൾ മാത്രം നൽകി സമയാസമയങ്ങളിൽ വന്ന് വോട്ട് മേടിക്കുക, തിരിച്ചു പോകുക. ഇത് തന്നെയാണ് അവരുടെ പരിപാടി. വേറെ യാതൊരു പ്രയോജനവും ഇല്ല. ഇതിന് ശേഷം തുടങ്ങിയ പല പാലങ്ങളും അർക്കന്നൂർ, പള്ളിക്കപ്പുഴ, അതുപോലെ സമീപ പ്രദേശത്തുള്ള ഒരുപാട് പാലങ്ങൾ ഇതിന് ശേഷം ഗവൺമെൻറ് സർവേ നടത്തുകയും ബഡ്ജറ്റ് കൊള്ളിക്കുകയും അതിൻ്റെ പണിയൊക്കെ പൂർത്തിയാക്കി വർഷങ്ങൾ കഴിയുകയും ചെയ്തു. ഇതുമാത്രം ചിലപ്പോൾ ലോകം അവസാനിക്കുന്നതിൻ്റെ ഈ കേരള ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും അവസാനത്തെ പാലം കൊടുക്കുന്നതിന് വേണ്ടി ഗിന്നസ് ബുക്കിൽ അവർക്ക് പേര് കിട്ടുന്നതിന് വേണ്ടി ചിലപ്പം കാത്തിരിക്കുകയായിരിക്കും ഇവിടുത്തെ ഗവൺമെൻറ്റുകളെല്ലാം. പെരപ്പയം പാലം നാടിൻ്റെ ആവശ്യമാണ്. അത് നാട്ടുകാരുടെ അഭ്യർത്ഥനയാണ്. ഈ പാലം യാഥാർത്ഥ്യമാകുന്നതുവരെ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നാണ് നാട്ടുകാർ പറയുന്നത്. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു നാട് മുഴുവൻ വോട്ടെടുപ്പ് ബഹിഷ്കരിക്കുന്നു. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര.